മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാവ് 57:15 വായിക്കുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവൻ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. ഉന്നതനായ ദൈവവും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവൻ ആണ് നമ്മുടെ ദൈവം. എന്നാൽ അവൻ താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുന്നവനാണ്. അവൻ അവനോടുകൂടെ വസിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് മത്തായി 5:3-4 വായിക്കുന്നു: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ആത്മാവിൻ്റെ ദാരിദ്ര്യമെന്ന് ചിന്തിക്കുമ്പോൾ, താൻ പാപിയാണെന്നുള്ള ബോധ്യം വരുമ്പോൾ, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തൻ്റെ പാപത്തിനു വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് സ്വർഗരാജ്യം. അത് പ്രാപിച്ചു കഴിയുമ്പോൾ, തൻ്റെ ഈ ജീവിതയാത്ര ആരംഭിക്കുമ്പോൾ തനിക്ക് നേരിടുന്ന ഓരോ അനുഭവങ്ങളിലും എങ്ങനെ ഭാഗ്യവാന്മാരാകുമെന്ന് പിന്നീട് പറയുന്നു. രക്ഷിക്കപ്പെട്ട് വേർപെട്ട് വരുന്നവർ തങ്ങളുടെ കൂട്ടങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ എത്ര വലുതാണ് എന്ന് നാം ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ആശ്വാസം ആരാണ് നൽകുന്നത്? ഉന്നതനും ഉയർന്നിരിക്കുന്നതിനും ശാശ്വതവാസിയും പരിശുദ്ധനുമായ ദൈവമാണ്. മനസ്താപമുള്ളവർക്കും ഉള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെ ഇരിക്കുന്നു. എത്ര ആശ്വാസമാണ് ലഭിക്കുന്നത്! തകർന്ന ഹൃദയവും നുറുങ്ങിയ മനസ്സും യഹോവ നിരസിക്കുകയില്ല. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാവ് 61:1: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികിട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. യേശു കർത്താവിൽ ഇത് നിവൃത്തിയായി. ലൂക്കോസ് 4:18-19. അതെ, നമ്മുടെ കർത്താവ് നമുക്ക് എത്ര വലിയ ആശ്വാസമാണ് നൽകുന്നത്! തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്തവൻ. കർത്താവ് മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. അവരെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാവ് 66:1-2: യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും. അതെ, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം എൻ്റെ വിശ്രാമസ്ഥലവും എൻ്റെ കൈയല്ലയോ ഇതുണ്ടാക്കിയത്? അങ്ങനെയാകുന്നു ഇത് ഉളവായത്. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എത്ര വലിയവനായ ദൈവമാണ് നമ്മുടേതെങ്കിലും മനസ്സ് തകർന്നവരെ അവൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായവരെ കടാക്ഷിക്കുന്നവനാണ് ദൈവം. എപ്പോഴും ദൈവഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. അവനിലേക്ക് നോക്കി നമ്മുടെ ഓട്ടസ്ഥിതിയോടെ ഓടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ സത്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ യേശു കർത്താവിനെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി സ്വീകരിച്ച് ദൈവമക്കളായി ജീവിക്കാൻ ഇടവരട്ടെ. തകർന്ന ഹൃദയത്തോടും നുറുങ്ങിയ മനസ്സോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെന്ന് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അവൻ രക്ഷിക്കും, ദൈവമക്കളായി തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.